ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരായിരിക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഒക്ടോബർ മാസത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു വിദേശ പരിശീലകനാണ് വരുന്നത്. വിദേശ പരിശീലകന് വേണ്ടിയാണ് CSK ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഓസ്ട്രേലിയൻ ഇതിഹാസമായ മാത്യു ഹെയ്ഡൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ദിനേശ് കാർത്തികിനെ CSK പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തെ CSK പരിശീലകനാക്കണം, അത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഗുണം ചെയ്യും എന്നാണ് മാത്യു ഹെയ്ഡൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു കേട്ടിരുന്നു. അതിലൊന്ന് ദിനേശ് കാർത്തികിൻ്റെ പേരാണ്. ഞാൻ കരുതുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു എന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പരിശീലകൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പല ഫ്രാഞ്ചൈസികളും വിദേശ പരിശീലകർക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ CSK പോലെയുള്ള ഒരു ടീമിന് ലോക്കൽ ടച്ച് ഉള്ള ഒരു പരിശീലകൻ ഇപ്പോൾ ആവശ്യമാണ്. ഒരു ചെന്നൈ ടച്ച് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിനേശ് കാർത്തിക് CSKക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പരിശീലകനായിരിക്കും. ഇതാണ് മാത്യു ഹെയ്ഡൻ ഇപ്പോൾ തൻ്റെ അഭിപ്രായമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, തമിഴ്നാടിന് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ദിനേശ് കാർത്തിക്. മാത്രമല്ല IPLലെ പല ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ RCBക്ക് വേണ്ടി കളിച്ചു. പിന്നീട് അദ്ദേഹം വിരമിച്ചു. RCBയുടെ ബാറ്റിംഗ് കോച്ച് ആയിക്കൊണ്ട്, അതോടൊപ്പം മെൻറ്റർ ആയിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ RCBയിൽ തുടരുന്നത്. അദ്ദേഹം ആ ഒരു റോളിലേക്ക് വന്നതിന് ശേഷം RCBക്ക് നല്ല കാലമാണ്. 2 ട്രോഫികൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദിനേശ് കാർത്തികിനെ കൈവിടാൻ ഒരിക്കലും RCB തയ്യാറാവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.